Welcome back to our science class. Today we will study the remaining part of chapter 6, physical and chemical change, that is some chemical reactions and rusting of iron. Okay. In chemical change, one or more new substances are produced. One or more two substances are produced. So this chemical change is also called a chemical reaction. Okay. In addition to new substance, the following chemical changes may be accompanied. അതായത് ഈ ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത് കൂടാതെ കൊണ്ട് ഈ കെമിക്കൽ ചേഞ്ചിൽ ധാരാളം കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് heat, light or any other radiation, ultraviolet for example may be given off or absorbed. അതായത് ഹീറ്റോ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഈ കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയേഷൻസ് അൾട്രാവയലറ്റ് ഇതൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സൗണ്ട് മേ ബി പ്രൊഡ്യൂസ്ഡ്, സൗണ്ട് ഉണ്ടാകുന്നുണ്ട് കെമിക്കൽ റിയാക്ഷനിൽ. എ ചേഞ്ച് ഇൻ സ്മെൽ may take place or new smell may be given off. അതായത് സ്മെല്ല് ന്യൂ സ്മെല്ല് അവിടെ ഉണ്ടാകുന്നുണ്ട്. എ കളർ ചേഞ്ച് മേ ടേക്ക് പ്ലേസ്, കെമിക്കൽ റിയാക്ഷനിൽ കളർ ചേഞ്ച് നടക്കുന്നുണ്ട്. എ ഗ്യാസ് മേ ബി ഫോംഡ്, അവിടെ പല ടൈപ്പ് ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. Next is ozone layer. Ozone layer, a protective shield. You must have heard of ozone layer. Ozone layer എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. In our atmosphere, it protects us from harmful ultraviolet radiation, which comes from the sun. Ozone absorbs this radiation and breaks down to oxygen. Oxygen is different from ozone. അതായത് നിങ്ങൾ ഓസോൺ ലെയർ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഓസോൺ ലെയർ എങ്ങനെയാണ്? ഇറ്റ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ വിച്ച് കംസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ തടയുന്നതാണ് ഈ പറയുന്ന ഓസോൺ ലെയർ. ഓക്കെ. ഓക്സിജൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓസോൺ. ഓക്കെ. Ozone acts as a natural shield against this radiation. ഈ റേഡിയേഷനെതിരെയായിട്ട് എന്താണ് ഇതെന്ന് പറയുന്നത്, ഈ ഓസോൺ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഷീൽഡാണ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ സ്ലോലി ഡിസ്ട്രോയ്സ് ദം. അതായത് ഇരുമ്പ് തുരുമ്പിക്കുക ഇതെന്ന് പറയുന്നത് എന്താണ്? സ്ലോലി റസ്റ്റിംഗ് ഓഫ് അയൺ സ്ലോലി ഡിസ്ട്രോയ്സ് ദ അയൺ. ഓക്കെ. In this process, rusting can be represented by the following equation. Can you see this? Rusting of iron. Rusting of iron. Iron is represented by Fe plus oxygen O2 from the air. Okay. Plus water. ഒന്നെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ വാട്ടർ, ഇത് രണ്ടുമായിട്ട് അയൺ കോണ്ടാക്റ്റ് വരുമ്പോഴത്തേന് അല്ലെങ്കിൽ മിക്സ് ആയിട്ട് വരുമ്പോഴത്തേന് ദർ ഈസ് റസ്റ്റ്. റസ്റ്റ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് അല്ലേ? തുരുമ്പെന്ന് പറയുന്നത് എന്താണ്? അയൺ ഓക്സൈഡ് FeO3. ഓക്കെ. അതായത് Fe. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് Fe ആൻഡ് ഓക്സിജൻ O2 പ്ലസ് വാട്ടറിൻ്റെ ആണെങ്കിൽ H2O. അപ്പോൾ ഈ O2ഉം ഓയും കൂടെ ചേരുമ്പോൾ O3. ദാറ്റ് ഈസ് Fe2O3. Fe2O3 ഈസ് അയൺ ഓക്സൈഡ്. ഓക്കെ. iron
oxide is Fe2O3. For rusting, both oxygen and water is essential. അതായത് റസ്റ്റിംഗ് ഇരുമ്പ് തുരുമ്പിക്കാനായിട്ട് എന്താണ് ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ എവിടെയാണ് എയറിലുള്ള ഓക്സിജൻ അതുപോലെ വാട്ടർ ഇത് രണ്ടും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൗ ഡു വി പ്രിവെൻറ്റ് റസ്റ്റിംഗ്? റസ്റ്റിംഗ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പിക്കുന്നത് എങ്ങനെ തടയാൻ പറ്റും? അപ്ലൈ എ കോട്ട് ഓഫ് പെയിൻറ്റ് ഓർ ഗ്രീസ്. അതായത് പെയിൻറ്റോ ഗ്രീസോ ഒക്കെ അയണയിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ എ കോട്ട് ഓഫ് പെയിൻറ്റ് ഓർ ഗ്രീസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിപ്പോസിറ്റ് എ ലെയർ ഓഫ് മെറ്റൽ ലൈക്ക് ക്രോമിയം ഓർ സിങ്ക് ഓൺ അയൺ. അതായത് ക്രോമിയോ അല്ലെങ്കിൽ സിങ്ക് അതെവിടെ ഡിപ്പോസിറ്റ് ചെയ്യുക? അയണിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അയൺ റെസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ദീസ് ആർ ദ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് rusting. Okay, first one is apply a coat of paint or grease, and next is deposit a layer of metal like chromium or zinc on iron. Okay, next is galvanization. Galvanization is important. The process of depositing a layer of zinc on iron is called galvanization. What is galvanization? The process of ഡിപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് സിങ്ക്. അതായത് സിങ്കിൻ്റെ ഒരു ലെയർ നമ്മൾ അയണിൽ അപ്ലൈ ചെയ്യുക, അയണിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. ഓക്കെ, ഗാൽവനൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡിപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് സിങ്ക് ഓൺ അയൺ ഈസ് കോൾഡ് ഗാൽവനൈസേഷൻ. നെക്സ്റ്റ് ഈസ് stainless steel. Stainless steel is made by mixing iron with carbon and metals like chromium, nickel and manganese. നിങ്ങൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഒക്കെ ഇല്ലേ, ബ്ലേഡ് എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് മെയ്ഡ് ബൈ മിക്സിങ് അയൺ. അതായത് അയണും അയൺ എന്തൊക്കെയായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാകുന്നത്? അയൺ വിത്ത് കാർബൺ ആൻഡ് മെറ്റൽസ് ലൈക്ക് ക്രോമിയം, നിക്കൽ ആൻഡ് മാംഗനീസ്. അയണും കാർബണും കൂടെ ക്രോമിയവും നിക്കലും മാംഗനീസും ആയിട്ട് ചേരുമ്പോഴാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഈസ് ക്രിസ്റ്റലൈസേഷൻ. വാട്ട് ഈസ് ക്രിസ്റ്റലൈസേഷൻ? ലാർജ് ക്രിസ്റ്റൽസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് can be formed from their solution. This process is called crystallization. What is crystallization? Large crystals of pure substance can be formed from their solution. അതായത് സൊല്യൂഷനിൽ നിന്ന് ലാർജ് ക്രിസ്റ്റൽസ് ഉണ്ടാകുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് take a cup of water in a beaker and add a few drops of dilute sulfuric acid. Can you see this? Can you see this? Take a cupful water in a beaker and add a few drops of dilute sulfuric acid. Heat the water. When it started boiling, add copper sulphate. അതായത് ഇതുപോലെ ഒരു കപ്പിനകത്ത് നമ്മൾ എന്തെടുക്കണം? വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുക. വെൻ സ്റ്റാർട്ടിങ് ബോയിലിംഗ്, അതായത് ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ആഡ് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, വെൻ ഇറ്റ് സ്റ്റാർട്ട് ബോയിലിംഗ് ആഡ് കോപ്പർ സൾഫേറ്റ് പൗഡർ സ്ലോലി വൈൽ സ്റ്റിയറിങ് കണ്ടിന്യൂസ്ലി. അതായത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂ ആഡിങ് കോപ്പർ സൾഫേറ്റ് പൗഡർ ടിൽ നോ മോർ പൗഡർ ക്യാൻ ബി ഡിസോൾവ്ഡ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേന് ടിൽ നോ മോർ പൗഡർ ക്യാൻ ബി ഡിസോൾവ്ഡ്.
ഫിൽറ്റർ ദ സൊല്യൂഷൻ. അതായത് കോപ്പർ സൾഫേറ്റ് കണ്ടിന്യൂസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ സൊല്യൂഷൻ ഫിൽറ്റർ ചെയ്യുക. ഓക്കെ. അലോ ഇറ്റ് ടു കൂൾ, എന്നിട്ട് ഇതിനെ തണുപ്പിക്കുക. ഡു നോട്ട് ഡിസ്റ്റർബ് ദ സൊല്യൂഷൻ, എന്നിട്ട് ഈ സൊല്യൂഷനെ നമുക്കൊരു ഡിസ്റ്റർബ് ചെയ്യരുത്. വെൻ ഇറ്റ് കൂളിംഗ് ലുക്ക് അറ്റ് ദ സൊല്യൂഷൻ ആഫ്റ്റർ സം ഡേ, എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ സൊല്യൂഷൻ നിങ്ങളൊന്ന് നോക്കുക. ഒബ്സർവ് ദ സൊല്യൂഷൻ ആഫ്റ്റർ സം ഡേ. ഓക്കെ. ക്യാൻ യു സീ ദ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ്, നിങ്ങൾക്ക് കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. ഇഫ് നോട്ട് വെയിറ്റ് ഫോർ സം മോർ ടൈം, കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ crystallization. Okay. So your chapter 6 is over. You study well. We will meet in the next class. Thank you.